ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നോമിനേഷൻ ഡേ ആയിരുന്നു. പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷനിൽ ജാസ്മിൻ വിവിധ കാരണങ്ങളാൽ വന്നു. സിജോയുടെ നേതൃത്വത്തിൽ നോമിനേഷൻ കാര്യത്തിൽ കുറെ കൂടിയാലോചന നടന്നിരുന്നു. ഒടുവിൽ പവർ ടീമിൽപ്പെട്ടവരെയും ക്യാപ്റ്റനെയും ഒഴിവാക്കി ആക്റ്റീവ് അല്ലാത്തവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. പക്ഷേ നോമിനേഷൻ വന്നപ്പോൾ പേഴ്സണൽ ഗ്രഡ്ജിനാണ് മുൻതൂക്കം കൊടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ദേഷ്യങ്ങളെല്ലാം റീസണാക്കിയെടുത്ത് 7 പേർ നോമിനേഷനിൽ വന്നു. നോമിനേഷനിൽ വന്നവർ 7 വോട്ടുകളോടുകൂടി അൻസിബയും ജിൻഡോയും, ഗബ്രിക്ക് 5 വോട്ടും, ഋഷിക്ക് 4 വോട്ടും, 3 വോട്ടുകൾ നേടി നോറയും അർജുനും, സിജോ 2 വോട്ടും നേടി. കൂടാതെ പവർ ടീമിന്റെ ഡയറക്ട് നോമിനേഷനായ ജാസ്മിനും ലാലേട്ടൻ ഡയറക്റ്റായി നോമിനേറ്റ് ചെയ്ത അഭിഷേകും മൊത്തത്തിൽ 9 പേർ നോമിനേഷനിൽ വന്നു. ഇനി ചിലർ പറഞ്ഞ കാര്യങ്ങൾ ഗബ്രി പവർ ടീമിനെ സേഫ് റൂമാക്കി വെച്ചിരിക്കുന്നു എന്ന് ശരണ്യ പറഞ്ഞത് വിചിത്രമായി തോന്നി. കുറച്ചു മുമ്പാണ് പവർ ടീമിൽ നിന്നും ആര് പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ ശരണ്യ പറഞ്ഞത് ഗബ്രി സ്ട്രോങ് മെമ്പർ ആണെന്നും പവർ ടീമിൽ ആവശ്യമാണെന്നും. സിജോ ഋഷിയെയും അൻസിബയെയും നോമിനേറ്റ് ചെയ്തത് കാരണം ഋഷിയും അൻസിബയും സുഹൃത്തുക്കളായതുകൊണ്ട് ഓരോരുത്തർക്കും വോട്ട് സ്പ്ലിറ്റായി കിട്ടട്ടെ എന്ന് പറഞ്ഞ് ബുദ്ധിപരമായ തീരുമാനമായിരുന്നു. ഗബ്രി, ജാസ്മിൻ, നോറ എന്നിവർ പതിവ് പോലെ ജിൻഡോയെ തന്നെ പറഞ്ഞു. അൻസിബ സിജോയുടെ പേര് പറഞ്ഞത് കാട്ടുതീയാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്ത് കണ്ടില്ല. അതുകൊണ്ട് നോമിനേഷനിൽ വരട്ടെ. അത് നല്ലൊരു തീരുമാനമായിരുന്നു.